താമരപ്പൂ മാലയിട്ട് പൊട്ടു തൊട്ടു സൂര്യപുത്രി ഷാർപ്പായൊരു തീരുമാനം എടുക്കാനുള്ള മനസ്സൊന്നും കല്യാണിക്കില്ല. ഒന്നോർത്താ കല്യാണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ ഒരു മനസ്സില്ലാതിരിക്കുന്ന തന്നെയാ നല്ലത്. ഇതുവരെ ചെയ്തതിനേക്കാൾ കൂടുതൽ അഡ്ജസ്റ്റ്മെന്റ്സ് ഇനിയുള്ള ജീവിതത്തിലല്ലേ വേണ്ടത്. എന്ന് പറഞ്ഞാ ഇനിയും ഞാൻ എല്ലാം സഹിക്കണമെന്നല്ലേ? അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിന് ഞാൻ തയ്യാറല്ലെങ്കിലോ? വേണ്ടി വരും കല്യാണി. ഇപ്പോഴത്തെ തോന്നലൊന്നും അല്ല ജീവിതം. സാഹചര്യങ്ങൾക്കനുസരിച്ച് തോന്നലുകൾ മാറിക്കൊണ്ടിരിക്കും. എല്ലാം തട്ടിത്തെറിപ്പിക്കാൻ എളുപ്പമാ. പക്ഷേ ചിലപ്പോഴെങ്കിലും അതിൽ ചിലതെല്ലാം തിരിച്ചെടുക്കേണ്ട ഒരു സമയം വരും. അന്ന് ചിലപ്പോ നമുക്കതിന് കഴിഞ്ഞൊന്നും വരില്ല. വേണ്ട, തട്ടിത്തെറിപ്പിച്ചതൊന്നും എനിക്കിനി തിരിച്ചു വേണ്ട. എന്റെ ഭർത്താവായി, എന്റെ കുഞ്ഞിന്റെ അച്ഛനായി ഇനി അയാൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. വന്നല്ലോ. നമസ്കാരം. എന്താ ഇവിടെ നിന്നളഞ്ഞത്? അത് കയറിയിരിക്കായിരുന്നു. സാറൊന്ന് ഇങ്ങോട്ട് വന്നോട്ടെന്ന് വിചാരിച്ചു. ആ കിച്ചുവിന്റെ കാര്യം എന്തായി? നമ്മുടെ കസ്റ്റഡിയിൽ കിട്ടുമോ അവനെ? കിട്ടിയിട്ട് ഇപ്പൊ എന്തിനാ? കൊള്ള കിട്ടിയിട്ട് എന്തിനാന്നോ? അപ്പൊ വില്യം പറഞ്ഞ മറന്നോ? ഒന്നുമില്ലെങ്കിലും അവന്റെ ആ തിരുമുഖം ഇടയ്ക്കിടയ്ക്കൊന്ന് കാണാലോ. ഇവിടെ ആവുമ്പോ അതിന് സൗകര്യമായി. നിങ്ങൾ വാ. അത് ശരി. അപ്പൊ താൻ ഞങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ടാക്കിയതാണല്ലേ? കൊള്ളാം. അല്ല, എപ്പോ കിട്ടിയവനെ? രാവിലെ. സ്വീകരിച്ചിരുത്തിയില്ല. അതിനു മുമ്പേ താൻ സൽക്കാരവും നടത്തിയല്ലേ? ചെറിയ തോതിൽ. വെറുതെ വെച്ചോണ്ടിരുന്ന സമയം കളയുന്നത് എന്തിനാ? കൊടുക്കാനുള്ള സമയത്ത് തന്നെ കൊടുക്കണം. ഇതുകൊണ്ടൊന്നും തീർന്നില്ല മോനെ. ഇത് ചെറിയൊരു സാമ്പിള്.
ശരിക്കുള്ള വെടിക്കെട്ട് വരുന്നതേ ഉള്ളൂ. അത്രയൊന്നും വേണ്ടി വരില്ല. ശരിക്കുള്ള വെടിക്കെട്ട് തുടങ്ങുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ അവൻ വാതുറന്നങ്ങ് പറയില്ലേ, അല്ലടാ? അങ്ങനെ ചുമ്മാ പറഞ്ഞു തീർത്ത് അങ്ങ് പോകാമെന്ന് വിചാരിക്കേണ്ട മോനെ. ഞങ്ങളുടെ അച്ചായനെ കൊന്ന നിന്നെ വെറുതെ വിടില്ല മോനെ. തരാനുള്ളത് പലിശയും പലിശയുടെ പലിശയടക്കം അങ്ങ് തന്നു തീർക്കും. അല്ല വിഷു, ഇവനെ കിട്ടിയ വിവരം വില്യമിനെ അറിയിച്ചില്ലേ? ഇല്ല. ചൂടാറാതെ അങ്ങ് അറിയിച്ചേക്കണം. അറിയിക്കാം. ഹലോ, സ്റ്റോപ്പ്. ഓക്കെ, തിരിച്ചു വാ. എവിടെയെങ്കിലും എനിക്ക് കാണണം അവനെ. കാണാം, വരും. നീ സബ് ജയിലിൽ കിടന്ന് സൂക്കാന്ന് വിചാരിച്ചു അല്ലടാ? എന്റെ ഡാഡിയെ കൊണ്ട് നിന്നെ ഞാൻ കൊല്ലുവാ. കളി മോനെ, ഇനിയും കൊണ്ട ചാകും. പിന്നെ ലോക്കപ്പ് മരണത്തിന് ഞാൻ തൂങ്ങേണ്ടി വരും. കൊല്ലും ഞാനിവനെ. ഇവനെ കൊന്നാൽ എന്റെ മനസ്സും തണുക്കൂ. മതി മതി, ഇനിയുള്ളതെല്ലാം ഞാൻ കൊടുത്തോളാം. തുടങ്ങിയിട്ടേ ഉള്ളൂ ഞാൻ. എന്റെ ഡാഡിയെ കൊന്ന് നിന്നെ പട്ടിയെ കൊല്ലുന്ന പോലെ കൊല്ലും ഞാൻ. ഓർത്തോ നീ? സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. ജീവനോട് അവനോടൊന്ന് പോകരുതെങ്കിൽ, പോകുന്നെങ്കിൽ അത് അവന്റെ ശവമായിരിക്കണം. അല്ലാതെ കണക്ക് തീരില്ല. എന്താ വില്യം ഇത്? കൂൾ ഡൗൺ. എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാൻ വരട്ടെ. എന്തായാലും അവൻ വലക്കകത്തായി. അത്ര പെട്ടെന്നൊന്നും അവൻ രക്ഷപ്പെടാനും പോകുന്നില്ല. നിയമത്തിന്റെ മുന്നിൽ അവനിപ്പം. അധികം വേദനിക്കാതെ അവൻ പരലോകത്തെത്തുന്നതിലും നല്ലത് കോടതിക്ക് അവനെ വിട്ടുകൊടുക്കുന്നതാണ്. ജയിലിലെ നരകം എന്തെന്ന് അവൻ മനസ്സിലാക്കട്ടെ. അങ്ങനെ ഇഞ്ചിഞ്ചായി അവൻ ചാകണം. അച്ചായന്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ അതല്ലേ നല്ലത്? എന്ത് കോടതി വിധിയെങ്കിൽ ഏറിയാൽ ഒരു ജീവപര്യന്തം. അത് കഴിഞ്ഞ അവൻ വീണ്ടും ഇറങ്ങില്ലേ പുറം ലോകത്തേക്ക്. വീണ്ടും ജീവിക്കില്ലേ അവനിവിടെ. അവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ ഡാഡിയുടെ ആത്മാവിന് സ്വസ്ഥത കിട്ടില്ലെങ്കിൽ. സർ, എന്താ? ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. വരാൻ പറയും. ശരി സർ. എന്തായാലും നമുക്ക് ആദ്യം അവനെ കൊണ്ട് സത്യം എന്താണെന്ന് തുറന്നു പറയിപ്പിക്കണം. അത് കഴിഞ്ഞ് തീരുമാനിക്കാം എന്താ വേണ്ടതെന്ന്. നമസ്കാരം സാർ. വില്യമിന് ഇയാളെ മനസ്സിലായില്ലേ? ഇത് ആ കിച്ചുവിന്റെ അച്ഛനാ. താനാണല്ലോ അവന്റെ തന്ത. തനിക്ക് അറിയോ തന്നെ? തന്റെ മോൻ കൊന്ന അലക്സാണ്ടർ മോനാ ഞാൻ. അറിയോ തനിക്ക്?
എടോ അറിയുന്നു വീട് മോനെ എന്താ ഇത്? ജീവനോട് പച്ചക്കില്ല തന്റെ മോനെ ഞാൻ ഓർത്തോ. എന്താണോ എന്തിനാ താനിപ്പം അങ്ങോട്ട് വന്നത്? എനിക്ക് എന്റെ മോനെ ഒന്ന് കാണണം. കാണില്ല, ഒരു മോനെ താനിന് കാണില്ല. അങ്കിളെ, ഇയാളെ കാണിക്കരുത് അവനെ. എന്റെ ഡാഡിയെ ഇനി ഒരിക്കലും കാണാൻ പറ്റാതാക്കിയത് ഇയാളുടെ മോനാ. അവന്റെ തന്തയെ ഇനി അവൻ ഒരിക്കലും കാണണ്ട. ഇറങ്ങിപ്പോടോ, ഇറങ്ങിപ്പോവാൻ. മോനെ വേണ്ട സാർ, താനിപ്പോ പോ. പ്ലീസ്, എനിക്ക് എന്റെ മോനെ ഒന്ന് കണ്ടാൽ മാത്രം മതി. ദയവ് ചെയ്ത്. ഒരുത്തനെ കാണണ്ടെന്ന് പറഞ്ഞില്ലേ? ഇറങ്ങിപ്പോടോ. ഇനി ഇങ്ങോട്ട് വന്നാണ്ടല്ലോ തന്നെ ഞാൻ ഇറങ്ങണോ? മോനെ പ്ലീസ് വേണ്ട, താനൊന്ന് പോയേ. കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? സാർ, ഇറങ്ങി പോടോ. പോ. മോനെ ഒരു ദയയെ അവൻ അർഹിക്കുന്നില്ലെങ്കിൽ സഹതാപം തോന്നി ഒരു പരിഗണന അവന് കൊടുക്കണ്ട. കിച്ചു എവിടെ സഹദേവ? അവൻ വന്നില്ലേ? പറയ് സഹദേവ, എന്റെ കുഞ്ഞെവിടെ? എടാ, അവൻ വന്നില്ലേ? നീ കണ്ടില്ലേ അവനെ? വിമലേ, നിങ്ങൾ അവനെ കണ്ടോ? കണ്ടു. ഇല്ല, കള്ളം പറയാ. നിങ്ങൾ കണ്ടില്ല എന്റെ മോനെ. എനിക്കറിയാം, എല്ലാരും കൂടെ എന്റെ കുഞ്ഞിനെ. ഒന്നുമില്ല വിമലേ, നീ വിചാരിക്കുന്ന പോലൊന്നും അല്ല. അവനൊരു കുഴപ്പവുമില്ല. അവർക്കെല്ലാം മനസ്സിലായി അവൻ തെറ്റുകാരനല്ലെന്ന്. പിന്നെന്തിനാ ഇനി എന്റെ മോനെ ഇങ്ങനെ അടച്ചിട്ടേക്കുന്നത്? തെറ്റുകാരനല്ലെങ്കിൽ തുറന്നു വിട്ടൂടെ? അല്ല, അത് പിന്നെ കോടതിയുടെ ഉത്തരവല്ലേ. എനിക്കുറപ്പാ വിമലേ, കോടതി നമ്മുടെ മോനെ വെറുതെ വിടും. നീ സമാധാനമായിട്ടിരിക്കുക. എനിക്ക് എങ്ങനെ സമാധാനം കിട്ടും? ഇത്ര ദിവസമായി ഞാൻ എന്റെ മോനെ ഒന്ന് കണ്ടിട്ട്. എനിക്ക് അവനെ ഒന്ന് കാണാൻ പറ്റുമോ? ഒന്നും കൊണ്ടുപോയി കാണിക്കൂ എന്നെ. എനിക്ക് അവനെ ഒന്ന് കാണണം മോനെ. ഞങ്ങളെ ഒന്നും കൊണ്ടുപോയി കാണിക്കു സഹദേവ. എല്ലാരും കൂടി ചെന്ന് കാണാൻ അവനെന്താ കാഴ്ചബംഗ്ലാവില? അവൻ ജയിലില്. മനസ്സിലായോ? സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. എന്താടി ഇന്ന് പതിവില്ലാത്തൊരു പഠിത്തം? നന്നാവാൻ തന്നെ തീരുമാനിച്ചോ? സാധാരണ വീട്ടിൽ വന്ന പുസ്തകം കൈകൊണ്ട് തൊടാത്ത ആളാണല്ലോ. ഇന്നെന്താ പഠിക്കാത്ര ഉത്സാഹം? അത് നാളെ ക്ലാസ് ടെസ്റ്റ് ഉണ്ടമ്മേ, അതാ. നീ എന്താ പൊളിപ്പിച്ചു വെച്ചത്? ഏയ് ഒന്നുമില്ല. എടുത്ത് നോക്കട്ടെ. അത് പഠിക്കാനുള്ളതാ, അമ്മയ്ക്ക് കണ്ടാ മനസ്സിലാവില്ല. അങ്ങനെ അമ്മയ്ക്ക് മനസ്സിലാവാത്തൊന്നും മോള് പഠിക്കണ്ട. നോക്കട്ടെ. വിടടി. ഈശ്വരാ, ഇതെന്താണിത്? എടി, നിന്നോടാ ചോദിച്ചത് എന്താണെന്ന്? അസത്തെ മൊട്ടേന്ന് വിരിഞ്ഞില്ല അപ്പോഴേക്ക് തുടങ്ങിയ പ്രേമലേഖനം എടുത്ത് കഷ്ടപ്പെടുന്നതിന് പഠിപ്പിക്കാനാ ചെയ്തതാണോടി? ആരാടി ഇത്? ആരാന്ന്? നിന്നെ
മാസം മാസം കാശ് വാങ്ങിക്കൊണ്ടുവന്ന് ഇതിനാണോടി പറയാൻ? നിന്നെ കൊണ്ട് പറയിക്കാൻ പറ്റുമോ? ഞാൻ നോക്കട്ടെ. ആരാടി? ആരാന്ന്? മര്യാദക്കല്ലേ കൊന്ന് കുഴിച്ചു കൊടുക്കുന്നു ഞാൻ. അസത്തെ ഇന്നത്തോടെ തീർത്തു വരുന്നില്ല. നിങ്ങൾ വന്നോട്ടെ. ശാപം. സർ, ഇതിലൊന്ന് സൈൻ ചെയ്യണം. ഹലോ, അതെ, ഉണ്ടല്ലോ, കൊടുക്കാം. ഒന്ന് ഹോൾഡ് ചെയ്യും. സർ, ഒരു ഫോണുണ്ട്. ആരാന്നറിയില്ല, ഒരു സ്ത്രീയാണ് സർ. ഹലോ സർ, എൻ്റെ പേര് സുജാത. കഴിഞ്ഞ ദിവസം ഞാനൊരു നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് വേണ്ടി വന്നിരുന്നു. നാളേക്ക് ശരിയാക്കി തരാമെന്നാ സാറ് പറഞ്ഞിരുന്നേ. നാളെ വന്ന് കിട്ടൂ സർ? ഹലോ ഹലോ ഹലോ. സാറെന്താ ഇറങ്ങുന്നില്ലേ? ഇല്ല, കുറച്ച് കഴിഞ്ഞുള്ളൂ. ഇവിടെ 5 മണി വരെ ഒന്ന് പിടിച്ചിരിക്കാനുള്ള പെടാപ്പാട് ബാക്കിയുള്ളവർക്കേ അറിയൂ. പോട്ടെ സാർ. എന്താ സർ, കുറച്ച് ദിവസമായിട്ടിപ്പോ 5 മണി കഴിഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങുന്നില്ലല്ലോ. കുറച്ച് കഴിഞ്ഞ് പോവാന്ന് വെച്ചു. സാറില്ലാത്തതുകൊണ്ട് ചെയ്തു തീർക്കാൻ കുറച്ച് ജോലി കൂടി ഉണ്ട്. എന്നിട്ട് ആ തിരക്കൊന്നും രാവിലെ മുതൽ ഈ നേരം വരെ ഞാൻ കണ്ടില്ലല്ലോ. കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക. എന്താ സാർ പ്രശ്നം? ഒന്നുമില്ല. അങ്ങനെ അങ്ങ് പറഞ്ഞൊഴിയാ സാർ. സാറിനെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് നാള് കുറച്ചായില്ലേ. ഇപ്പോ സാറിന് എന്തൊക്കെയോ മാറ്റമുണ്ട്. അകലേക്ക് വെറുതെ തോന്നുന്ന തോന്നലല്ല, ചിലതൊക്കെ ഞാനും അറിഞ്ഞു. വേണ്ട സാർ, വാശിയും വൈരാഗ്യം ഒന്നും വേണ്ട. ഉപദേശിക്കുകയല്ല, സാറിന്റെ അവസ്ഥ മനസ്സിലാക്കാതെ പറയുന്നതുമല്ല. എന്റെ അനുഭവത്തിൽ നിന്നാ ഞാൻ പറയുന്നേ. ഒന്നും ചോദിക്കരുതെന്ന് വിചാരിച്ചതാ, പക്ഷെ പറ്റുന്നില്ല. വെറുക്കാനും അകലാനും ഒരുപാട് എളുപ്പമാ, പക്ഷെ അടുക്കാനാ വിഷമം. അതാ എന്റെ അനുഭവം. അങ്ങനെയൊന്നും സാറിനോ ഭാര്യയ്ക്കോ ഉണ്ടാവരുത്. ഞാൻ ഇറങ്ങാ സാർ.